ഈ ഒരു വ്യക്തി ഒരു ടൺ ഓറഞ്ചുകൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻറ്റ നിർമ്മിക്കുമെന്ന് അവന്റെ കൂട്ടുകാരെ വെല്ലുവിളിച്ചു. ഫാൻറ്റയുടെ ഫ്ലേവർ വളരെയധികം ഇഷ്ടമുള്ളവൻ ഓരോ ദിവസവും ഫാൻറ്റ കുടിച്ചു നോക്കി അതിന്റെ ടേസ്റ്റ് കൃത്യമായി മനസ്സിലാക്കി വളരെ ക്വാളിറ്റിയുള്ള ഓറഞ്ചുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി അവന്റെ കൂട്ടുകാരന്റെ തോട്ടത്തിലേക്ക് ചെന്നു. അതിലെ ഓരോ ഓറഞ്ചും നടുവെട്ടി അവൻ പതിയെ അത് പിഴിഞ്ഞു നോക്കി. ശേഷം ഒരു ദിവസം മുഴുവൻ എടുത്ത് ഒരു ടൺ ഓറഞ്ചുകൾ അവൻ കൃത്യമായി സെലക്ട് ചെയ്തു. അതുമായി വീട്ടിലെ വാഷ്റൂമിലേക്ക് കയറി അവൻ കൃത്യമായി അത് കഴുകി വൃത്തിയാക്കി. പക്ഷേ ഫാൻറ്റയിൽ നിന്നും വരുന്ന മണം ഓറഞ്ചിന്റെ തൊലിയുടേതാണെന്ന് മനസ്സിലാക്കി അവൻ അതിലെ ഓരോ ഓറഞ്ചിനെയും എടുത്ത് അതിന്റെ തൊലി ശ്രദ്ധിച്ച് തൊലിച്ചെടുത്തു. അത് ഒരുപാട് എണ്ണം ഉള്ളത് കാരണം സഹായത്തിന് അവന്റെ കൂട്ടുകാരെ വിളിച്ചു. അവർ മണിക്കൂറുകളെടുത്ത് അതിന്റെ തൊലിയെല്ലാം വെട്ടിമാറ്റി അതൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ടു. അവന് വേണ്ട രീതിയിൽ അത് പൊടിച്ചെടുത്ത് ഒരു വൃത്തിയുള്ള തുണിയിൽ ആ പൊടിയിട്ട് അവനത് സ്ക്വീസ് ചെയ്ത് അതിന്റെ ഫ്ലേവർ പുറത്തേക്ക് എടുത്തു. ഏകദേശം 10 മണിക്കൂർ എടുത്ത് അവന്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഒരു ഭരണി നിറയെ അവർ അതിന്റെ എസൻസ് എടുത്തു. ഒട്ടും സമയം കളയാതെ അതിലെ ഓരോ ഓറഞ്ചുകളും അവർ നടുവിൽ വെച്ച് കട്ട് ചെയ്തു. അവന്റെ കൂട്ടുകാരൻ ഉടനെ ഒരു ജ്യൂസ് മേക്കർ കൊണ്ടുവന്ന് അവരെല്ലാവരും ഒരുമിച്ച് അതിന്റെ നീര് മാത്രം വേർതിരിച്ച് ഏകദേശം 3 വലിയ പാത്രങ്ങളിൽ ആ ജ്യൂസ് നിറച്ചു. അതിന് ഫാൻറ്റയുടെ രുചി വരാൻ വേണ്ടി അതിലേക്ക് അവൻ കുറച്ച് മാലിക് ആസിഡ് ചേർത്തു. അത് തമ്മിൽ പിരിഞ്ഞു പോകാതിരിക്കാൻ വളരെ കൃത്യമായി ഇളക്കി ചേർത്തവൻ കൃത്യമായ ചൂടിൽ അത് ചൂടാക്കിയെടുത്ത് അതിന് മുകളിലേക്ക് വന്ന വേസ്റ്റുകൾ ഒരു പാത്രം ഉപയോഗിച്ച് എടുത്തു മാറ്റി. അതിന്റെ ചൂട് കുറഞ്ഞതിന് ശേഷം അവർ ആ ജ്യൂസ് മുൻപ് നിർമ്മിച്ചു വെച്ച ഒരു വലിയ ഫാൻറ്റയുടെ ക്യാനിലേക്ക് നിറച്ചു. ശേഷം ആ ഭരണിയിലുള്ള എസൻസ് എടുത്ത് അതിലേക്ക് അവർ കുറച്ച് പഞ്ചസാര പൊടിച്ചതും വേണ്ട കുറച്ച് പൊടികളും ചേർത്തു. അത് കൃത്യമായി ആ വലിയ ക്യാനിലേക്ക് ഒഴിച്ച് അതിന് മുകളിലൂടെ ഏകദേശം 2 വലിയ ചാക്ക് നിറയെ പഞ്ചസാര അവർ ആ ക്യാനിലേക്ക് ഇട്ടു. പക്ഷേ അവിടം കൊണ്ട് അതിന്റെ പണി തീർന്നില്ല. കാരണം ഒരുപാട് കുപ്പി വെള്ളം കൊണ്ടുവന്നവൻ അത് ആ ക്യാനിലേക്ക് ഒഴിച്ച് ഒരു ഗ്ലാസ് എടുത്ത് അത് ടേസ്റ്റ് ചെയ്തു. അതിലെന്തോ കുറവുണ്ട്. അത് പെട്ടെന്ന് പിടികിട്ടിയവൻ ഒരുപാട് ഐസ് കൊണ്ടുവന്ന് അതും ആ ജ്യൂസിലേക്ക് ഇട്ട് പിന്നീട് അത് വായിൽ വെച്ച് നോക്കിയ അവൻ അവരെ വെല്ലുവിളിച്ചതുപോലെ അവൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാൻറ്റ നിർമ്മിച്ചു.